ഉഗ്രമടം അടുത്ത സൂപ്പർ സ്റ്റാർ കുഞ്ചാക്കോവൻ മിക്കവാറും ഒരു സംസ്ഥാന അവാർഡിനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഗംഭീര പടം. മമ്മൂട്ടിക്കും മോഹൻലാലിന് ശേഷം അടുത്ത സൂപ്പർ സ്റ്റാർ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഈ പടത്തിലൂടെ കുഞ്ചാക്കോവനാണെന്നുള്ളത് ജനങ്ങൾ തീരുമാനിക്കും. ഫാമിലി മൂവിയാണ്. ലിജോ മോൾ എല്ലാവരും ഗംഭീര പെർഫോമൻസ്, ഗംഭീര ഡയറക്ഷൻ, ഗംഭീര സ്ക്രിപ്റ്റ്. ഭയങ്കര രസമായിട്ടിരിക്കാനായിട്ട് പടം. പേടിപ്പാടല്ല, ഇൻവെസ്റ്റിഗേഷനാണ്. ഗംഭീര പടം. എന്തായാലും കാണാം. മസ്റ്റായിട്ട് എല്ലാവരും ട്രൈ ചെയ്യണം. ഗംഭീർ സിനിമ, ഒന്നും പറയാനില്ല. ഗംഭീർ സിനിമ. നിങ്ങൾ ബാക്കി എല്ലാ കൗണ്ടറിലും ചോദിക്കും. ഇത് ഇൻവെസ്റ്റിഗേഷനാണ്, ത്രില്ലറാണ്, ക്രൈമാണ്, ഡ്രാമയാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അടിപൊളിയാണ്. നിങ്ങൾ കണ്ടു നോക്കൂ. കണ്ടിരുന്നോ? പടം കണ്ടോ? കുഴപ്പമില്ല കേട്ടോ. നല്ലൊരു സൈക്കോളജിക്കൽ ത്രില്ലർ മൂവി ആയിരുന്നു. അത് കുറെ കഴിയുമ്പോൾ സൈക്കോളജിക്കലാവും. രണ്ടായിട്ട് തീരുമാനിക്കാം. ഒന്നെങ്കിൽ ഒരു ഒറിജിനലായിട്ട് നടന്നു, അല്ലെങ്കിൽ ഒരു ഉന്മാദമായിട്ട്. രണ്ടായിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കട്ടെ. അതായത് സംവിധായകനോട് ചോദിച്ചാലേ അറിയത്തുള്ളൂ. രണ്ടായിട്ട് പടം പോയിട്ടുണ്ട് കേട്ടോ. കുഴപ്പമില്ല. ആഘോഷം അടിപൊളിയായിട്ട്. നല്ല പടം, നല്ല പടം. സൂപ്പർ പടം. സൂപ്പർ പടം. അടിപൊളി പരിപാടിയായിരുന്നു. പെർഫോമൻസ് എല്ലാവരും അടിപൊളിയായിട്ട്. കൂടുതലും നമുക്ക് പുതിയ ആക്ടേഴ്സ് കുറേ പേരുണ്ട്. അവരെല്ലാം നന്നായിട്ട് പെർഫോം ചെയ്തത്. പിന്നെ ചാക്കോച്ചൻ, ലിജോ മോളെല്ലാം നല്ല കിടിലം പെർഫോമൻസ് ആണ്. ചാക്കോച്ചൻ ഒരു അവാർഡ് ഉറപ്പാണ്. പിന്നെ ഷായി കബീറിൻ്റെ സ്ക്രിപ്റ്റിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലെങ്കിലും പോലീസ് സ്റ്റോറി തന്നെ ഒരു വെറൈറ്റി പരിപാടിയായിട്ട് പിടിച്ച് നല്ല ക്ലൈമാക്സ് ഒക്കെയാണല്ലോ സെറ്റ് ചെയ്ത്. പിന്നെ നമ്മുടെ ഡയറക്ടർ അടിപൊളിയായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഒന്നും പറയാനില്ല, നല്ല വൃത്തിയായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി അശ്വൻ ഗോക്കിൻ്റെ റിവ്യൂ കാണാം. എക്സലന്റ്. ചാക്കോച്ചനൊക്കെ പൊളിച്ചു. നന്നായിരുന്നു. ഭയങ്കരമായിട്ട് ഉന്മാദിച്ച്. ഗംഭീര ഫിലിമാണ് മോനെ, ഗംഭീരം. കിരൺദാസിന്റെ പുതിയ തുടക്കം. ഗംഭീര പെർഫോമൻസ്. കുഞ്ചാക്കോവൻ പൊളിച്ചിട്ടുണ്ട്. ഒന്നും പറയാനില്ല. ഗംഭീര ഫിലിം. ഹൊററല്ല, ഒരു ഉന്മാദം എന്ന് പറഞ്ഞാൽ ഗംഭീര ഉന്മാദമാണ്. ഉന്മാദിച്ചിറങ്ങണേ. പടം അടിപൊളിയായിരുന്നു, നല്ലായിരുന്നു. നീ നിന്ന് ആലോചിക്കാം. നിനക്ക് എന്തോ ചോദിക്കാനുണ്ട്? ഇല്ല, കണ്ടില്ലേ? ഞാൻ വേറെ തിയേറ്ററിൽ പോയിട്ട് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. ലാസ്റ്റായി കയറിയത്. നേരത്തെ കണ്ടായിരുന്നു. കൊള്ളാം, രസമുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? അത് മതി. ഇവിടെ ഞാൻ റിവ്യൂവർ ആണെന്നോടാ, ഞാൻ നിരൂപിക്കാൻ പറയാൻ. എങ്ങനെ? നല്ല കക്ഷിയാട്ടോ, നല്ല കക്ഷിയാണ്. നല്ല കക്ഷിയാണ്. നല്ല അഭിനയമാണ്. ഞാനിപ്പോൾ വന്ന് കയറിയതേ ഉള്ളൂ. ജസ്റ്റ് ഞാൻ കയറിയതും പല്ലി വന്നിരുന്നതും ഒരുമിച്ചായിരുന്നു. എല്ലാവരും സിനിമയാണ്. നല്ല എക്സ്പീരിയൻസ് ആണ്. ഞാൻ സ്റ്റുഡിയോയിൽ കണ്ടായിരുന്നു. ഞാനാ? താങ്ക് യു. വിളിച്ച് പറയാം. എല്ലായിടത്തും കാണാൻ പറയുന്നത്. അവർ കാണും. ഞാൻ പറയേണ്ട കാര്യം.